ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. രാത്രി കിടക്കയിൽ നമ്മളൊന്ന് തിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുമ്പോൾ കാലിൻ്റെ വണ്ണയ്ക്ക് പെട്ടെന്നൊരു കൊടുത്തിപ്പിടുത്തം, പിന്നെ അസഹ്യമായ വേദന. രാത്രി ഈ കോച്ചിപ്പിടുത്തം കാരണം നമുക്ക് പിന്നെ അങ്ങനെ കിടക്കാനും പറ്റില്ല, പാദം ഒന്ന് അനക്കാനും പറ്റാത്ത ഭയങ്കര വേദന. പിന്നെ അടുത്ത് കിടക്കുന്ന ആൾ, ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, ഒന്ന് വിളിച്ചുണർത്തി നമ്മൾ പാദം അല്ലെങ്കിൽ കാലിൻ്റെ വണ്ണം ഒന്ന് തടവി കഴിയുമ്പോഴായിരിക്കും കുറച്ചൊരു ആശ്വാസം കിട്ടുക. ചിലർക്ക് ഇതും കിട്ടത്തില്ല. ചിലർക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഏതെങ്കിലും ഒരു ബാം ഉപയോഗിച്ച് തടവി ചൂട് പിടിക്കണം, ഇല്ലെങ്കിൽ ഒന്ന് ചൂട് നമ്മളൊന്ന് ആവി കൊടുക്കണം. വല്ലാത്ത അസ്വസ്ഥത. പിന്നെ കിടന്നു കഴിഞ്ഞാൽ ശരിയായിട്ട് ഉറക്കം കിട്ടുന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം കാണത്തില്ല. രാത്രി വീണ്ടും ഈ പ്രശ്നം പല ദിവസങ്ങളിലും ആവർത്തിക്കുന്നവരുണ്ട്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരു പ്രായം കഴിഞ്ഞ് ഒരു 35-40 വയസ്സൊക്കെ ആയി കഴിയുന്നവരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ചിലർ പറയും ഇത് തണുപ്പടിച്ചിട്ടാണെന്ന് പറയും, ചിലർ പറയും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗം, ചിലർ പറയാറുണ്ട് ഇത് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടാണ് വരുന്നത്. കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. പലപ്പോഴും നന്നായിട്ട് പകല് ഓടിക്കളിച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കാലുവേദന. ഇവർ അച്ഛനെയോ അമ്മയോ കൊണ്ട് രാത്രി തടവിച്ച് ഇവർ ഉറങ്ങത്തുമില്ല, വീട്ടുകാർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി കളയും. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നും ഇത് എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പരിഹരിക്കാമെന്നും വിശദീകരിക്കാം. നമ്മുടെ കാലിൻ്റെ വണ്ണ എന്ന് പറയുന്നത് കാഫ് മസിലാണ്. കാഫ് മസിലും അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തും ഉണ്ടാകുന്ന മസിലിൻ്റെ സഡനായിട്ടുള്ള കംപ്രഷൻ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ഇത് ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പകല് ഒരുപാട് നേരം നിന്ന് എന്തെങ്കിലും കാര്യം ചെയ്താൽ, അതായത് ഈ ഭാഗത്തുള്ള മസിലിന് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ട്രാഫിക് പോലീസുകാർ, അതല്ലെങ്കിൽ നിന്നുകൊണ്ട് നമ്മുടെ തയ്യലിൻ്റെ തുണി വെട്ടുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ തോട്ടക്കാർ, ഇല്ലെങ്കിൽ കടയിൽ സ്ഥിരം ജോലി ചെയ്യുന്നവർ, സെയിൽസ് ജോലിക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ അവരൊരു തറവാട് വീടുകളിൽ 3-4 കുട്ടികൾ കൂടുമ്പോൾ നന്നായിട്ട് ഓടിക്കളിക്കുന്നു. പകല് കുട്ടികൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള അവസരമില്ല. രാത്രിയാവുമ്പോൾ ഇത്തരക്കാരിൽ നമ്മൾ കൂടുതൽ ഈ മസിൽ നിന്ന് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രിയാവുമ്പോൾ ഈ മസിലിന് വല്ലാത്ത അസ്വസ്ഥത വരും, അമിതമായിട്ട് സ്ട്രെയിൻ കൊണ്ടുവരും. പലപ്പോഴും രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും ഈ മസിൽ പെട്ടെന്ന് കൊണ്ട് കൺട്രാക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്കൊരു കോച്ചിപ്പിടുത്തം അനുഭവപ്പെട്ടു എന്ന് വരാം. പെട്ടെന്നുണ്ടാകുന്ന മസിലിൻ്റെ ഒരു കൺട്രാക്ഷൻ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല, ഉറക്കത്തിനിടയിൽ തിരിയുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ മസിലിൻ്റെ തൊട്ടടിയിലുള്ള നെർവിന് ചെറിയ നീർക്കെട്ടുണ്ടാക്കും. അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള രക്തക്കുഴലിന് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്തു വരാം. ആ ഭാഗത്ത് നെർവിന് വരുന്ന ഇൻഫ്ലമേഷൻ കാരണം നമുക്ക് പെട്ടെന്ന് ഈ വേദന വല്ലാണ്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ വേദന ഒരുപക്ഷെ പലപ്പോഴും ഈ മസിൽ കൺട്രാക്ട് ചെയ്ത ഭാഗത്തായിരിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ കാലിലേക്ക്, നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്തെന്ന് വരാം, ഇല്ലെങ്കിൽ മുട്ടിൻ്റെ പുറകിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്തെന്ന് വരാം. ചിലർക്ക് തുടയുടെ പുറകിൽ വരെ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. പിന്നെ നമ്മളൊന്ന് തടവി ഈ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ ഒന്ന് കുറച്ചാൽ മാത്രമേ ഒരല്പം ആശ്വാസം കിട്ടത്തുള്ളൂ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു പ്രശ്നത്തിന് വിളിക്കുന്ന പേര് ചാർലീസ് ഹോഴ്സ് പെയിൻ എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യത്തിന് ജലാംശമില്ലാത്ത ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാമുള്ള സ്ത്രീകൾ ഒരുപാട് സമയം വീട്ടിൽ അടുക്കളയിൽ നിന്ന് പണിയും, പക്ഷേ ഇവർ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്ന് വരും. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാലിലെയും ശരീരത്തിലെയും മസിലുകളിൽ വല്ലാത്തൊരു പ്രോബ്ലം വരാം. പലപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതലും അനുഭവപ്പെടുന്നത് കാലിലാണെന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരം വല്ലാത്ത കഴപ്പും ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദനയും വരുന്നതിൻ്റെ കാരണവും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ജലാംശമില്ലാത്തതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ദീർഘദൂരം യാത്ര ചെയ്താൽ, പലപ്പോഴും അറിയാമല്ലോ, ഒരു പ്രായം കഴിഞ്ഞ് ഒരു 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളോ പുരുഷന്മാരോ ദീർഘദൂരം യാത്ര ചെയ്യുന്നു. കാല് ഒരുപാട് സമയം ഇപ്പം ബസ്സിലോ കാറിലോ എല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ പാദത്തിൽ നീര് വരുന്നത് കാണാം. ഇത്തരക്കാരിൽ പലപ്പോഴും ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരിലെല്ലാം ഈ ഒരു പ്രശ്നം കണ്ടുവന്ന് വരാം. ഇത്തരക്കാരിൽ നമ്മുടെ ശരീരത്തിൽ ഈ കാലിലെ രക്തഓട്ടത്തിന് വരുന്ന ചെറിയ വ്യത്യാസം കൊണ്ട് കാലിലെ രക്തക്കുഴലുകളിൽ വളരെ ചെറിയ തരത്തിലുള്ള ഈ ക്ലോട്ട്സ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ക്ലോട്ട്സ് കാലിലുള്ള ചെറിയ ഈ കാപ്പിലറീസിൽ ചെറിയ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതും പലപ്പോഴും രാത്രിയിൽ ഇത്തരത്തിലുള്ള ഈ വല്ലാത്ത വേദന, ഒരു ഉറക്കം കഴിഞ്ഞ് തിരിയുമ്പോൾ പെട്ടെന്ന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. ഒരുപക്ഷെ നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയ ചുവപ്പ് നിറവും ഒരു ചൂടും എല്ലാം കണ്ടുവന്ന് വരാറുണ്ട്. ദീർഘദൂര യാത്ര ചെയ്തിട്ട് തൊട്ടു പുറകെ നമ്മുടെ കാലിലെല്ലാം വരുന്ന ചെറിയ മസിൽ പിടുത്തമില്ലേ, ഈ മസിൽ പിടുത്തവും കാല് വരുന്ന വേദനയ്ക്കും കാരണം പലപ്പോഴും ഇതാണ്. ഇത്തരം ആൾക്കാരിലും നാം പലപ്പോഴും നന്നായിട്ടൊന്ന് തടവി ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കുറയുന്നത് കണ്ടുവന്ന് വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻസ് ആണ്. നിങ്ങൾക്കറിയാം, കാലിൽ നിന്നും മുകളിലേക്ക് പോകുന്ന രക്തം കൊണ്ടുപോകുന്ന വെയിൻസ് ഉണ്ട്. ഈ ലോങ് സഫിനസ് വെയിൻസും അതിൻ്റെ ചെറിയ ബ്രാഞ്ചുകളുമുണ്ട്. ഈ വെയിനകത്ത്, ഈ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വന്നാൽ, സാധാരണ ഈ മുകളിലേക്ക്
മുകളിലേക്കുള്ള രക്തഓട്ടം തിരിച്ച് താഴേക്ക് ആ രക്തക്കുഴൽ നിന്ന് തിരിച്ച് ബാക്ക് ഫ്ലോ രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ വേരിക്കോസിറ്റി എന്ന് പറയുന്നത്. രക്തക്കുഴൽ വല്ലാണ്ട് വീങ്ങി വരുന്ന ഒരവസ്ഥ. ഇത് ഒരുപാട് പേരിൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. പാരമ്പര്യമെല്ലാം ഇതിന് ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. വെരിക്കോസിറ്റി ഉള്ളവർക്ക് പലപ്പോഴും രാത്രിയാകുമ്പോഴായിരിക്കും പകലെ ഇവർ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, രാത്രി വേദന വരുന്നത്. ഒരു ഉറക്കം കഴിയുമ്പോൾ രാത്രി കാല് മൊത്തം വല്ലാത്ത ഒരു കഴപ്പും വേദനയും, കാല് തിരിക്കുമ്പോഴെല്ലാം മസിലിന് ഒരു പിടുത്തവും ഇത്തരക്കാർക്ക് അനുഭവപ്പെട്ടെന്ന് വരാം. ഇതല്ലാതെ കാലിലെ നാഡികൾക്ക് വരുന്ന കംപ്രഷൻ, നിങ്ങൾക്കറിയാം നട്ടിൽ നിന്നും കാലിലേക്ക് പോകുന്ന നാഡികളുണ്ട്, നെർവുകളുണ്ട്. ഇതിന് വരുന്ന കംപ്രഷനും പലപ്പോഴും ഒരു ഉറക്കം കഴിയുമ്പോൾ നമുക്ക് കാലിൽ വല്ലാത്ത പെരുപ്പും തരിപ്പും വേദനയും അനുഭവപ്പെട്ടെന്ന് വരാം. പലപ്പോഴും സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷൻ, കാലിലേക്ക് ബട്ടക്സിൻ്റെ ഭാഗത്തോട് താഴേക്ക് പോകുന്നത് സയാറ്റിക് നെർവാണ്. അതുപോലെ തന്നെ കാലിലെ ഈ വിവിധ മസിലുകൾക്ക് വരുന്ന നെർവ് സപ്ലൈ കൊടുക്കുന്ന ഈ നാഡികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്രഷനോ രോഗങ്ങളോ ഉണ്ടെങ്കിലും കാലിൽ ഇത്തരത്തിൽ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതല്ലാതെ കാലിന് വല്ലാത്ത വേദനയും ഈ തരിപ്പും അനുഭവപ്പെടുന്ന, പ്രത്യേകിച്ച് രാത്രിയിൽ അനുഭവപ്പെടുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് പ്രമേഹം, ഡയബറ്റിസ്. ഡയബറ്റിസ് രോഗം ബാധിച്ച ഷുഗർ കൺട്രോൾഡ് അല്ലാത്ത 80% പേരിലും കാലിൽ ഇത്തരത്തിലുള്ള വേദനയും കോച്ചിപ്പിടുത്തവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രമേഹ രോഗികളിൽ വരുന്നതിന് കാരണം അവർക്ക് രക്തഓട്ടത്തിന് വരുന്ന വ്യത്യാസവും അവരുടെ നാഡികളിൽ ഈ ദീർഘമായിട്ട് നമ്മുടെ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് നമ്മുടെ നെർവുകളെ ബാധിക്കാറുണ്ട്. ഇതും പലപ്പോഴും കാലിലെ മസിൽ വല്ലാത്ത വേദനയും പെരുപ്പും ഒരു തരിതരിവ് അനുഭവപ്പെടാം. പലപ്പോഴും ഒരു ഉറക്കം കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം കിട്ടാതെ ഇവർ എഴുന്നേറ്റിരുന്ന് കാലിൽ തടവുന്ന, കാലിൽ ചൂട് പിടിക്കുന്ന ഒരവസ്ഥ കണ്ടുവന്ന് വരാം. പ്രമേഹ രോഗത്തോടൊപ്പം തന്നെ ക്രോണിക് കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാർ, അതായത് വൃക്കരോഗം മൂർച്ഛിച്ചിരിക്കുന്ന ആൾക്കാർക്കും രാത്രിയിൽ പ്രത്യേകിച്ച് വിട്ടുമാറാത്ത തരത്തിൽ ഈ കാല് കഴപ്പും വേദനയും നീർക്കെട്ടും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് മാസമുറ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഒരു പ്രീ മെനിസ്ട്രൽ പീരീഡ് എന്ന് പറയും, മാസമുറ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരുപാട് സ്ത്രീകളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെല്ലാം തന്നെ വല്ലാത്ത കാല് കഴപ്പ്, തുടയുടെ ഭാഗത്ത് കഴപ്പ് അനുഭവപ്പെടുക, പാദത്തിൽ മുട്ടിന് താഴെ കാഫ് മസിലിൽ കഴപ്പ് അനുഭവപ്പെടുക കാണാറുണ്ട്. ഇത്തരക്കാരിൽ പലപ്പോഴും ഈ പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ, മാസമുറ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ ഗർഭവതിയാകുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവർക്ക് ഈ അരക്കെട്ടിനകത്ത് കുഞ്ഞ് വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നെർവിൻ്റെ കംപ്രഷനും രക്തക്കുഴലിൽ വരുന്ന തടസ്സവും കാലിൽ വല്ലാത്ത കഴപ്പും ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. കുട്ടി വലുതാകുന്നതനുസരിച്ച് ഒരു 4 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും രാത്രി കാല് കഴപ്പാണ്. ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ രാത്രി ഹസ്ബൻഡ് എഴുന്നേറ്റിരുന്ന് കാല് തടവി കൊടുക്കുക, ചൂട് പിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഇവർക്ക് ഉറക്കം കിട്ടാത്ത വല്ലാത്ത അസ്വസ്ഥത ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാകാറുണ്ട്. കൂടാതെ ആർത്രൈറ്റിസ് രോഗം, സന്ധിവാത രോഗമുള്ളവർക്ക്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും, അതേപോലെ ഗൗട്ട് രോഗമുള്ള, നിങ്ങൾക്കറിയാം രക്തത്തിൽ യൂറിക് ആസിഡ് ലെവൽ വല്ലാതെ ഉയർന്നു നിന്നിട്ട് ഇത് നമ്മുടെ പാദത്തിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ ഉണ്ടാക്കിയാലോ പലപ്പോഴും രാത്രി ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ വല്ലാത്ത വേദന കാലിൻ്റെ വണ്ണയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത്തരത്തിൽ നമുക്കൊരു ഉറക്കം കഴിഞ്ഞിട്ട് പാദത്തിൽ അല്ലെങ്കിൽ കാലിൻ്റെ വണ്ണയിൽ ഈ കോച്ചിപ്പിടുത്തം വന്നാൽ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, എങ്ങനെ ഈ അസ്വസ്ഥത വരാതെ തടയാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, മെഗ്നീഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. കാരണം മെഗ്നീഷ്യം നമ്മുടെ മസിലുകളുടെയും നെർവുകളുടെയും പ്രവർത്തനത്തിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. മെഗ്നീഷ്യം കണ്ടന്റുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നട്ട്സിൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സിനകത്തുണ്ട്, ഇലക്കറികൾക്കകത്തുണ്ട്, സീഡ്സിനകത്തുണ്ട്. സീഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്, മത്തങ്ങയുടെ കുരു, ചിയ സീഡ്സ് പോലുള്ളവ പതിവായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ ലെഗ്യൂംസ്, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയാബീൻ പോലുള്ളവ പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ധാന്യങ്ങൾ, തവിടുള്ള ധാന്യങ്ങൾ, നമ്മുടെ ഗോതമ്പ്, തവിടുള്ള അരി എന്നിവ പതിവായിട്ട് കഴിക്കുക. കൂടാതെ മത്സ്യങ്ങൾക്കകത്ത് ചാള, ചൂര, അയല പോലുള്ളവ പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് സമൃദ്ധിയായിട്ട് നമുക്ക് മെഗ്നീഷ്യം സപ്ലൈ കിട്ടുകയും കാലിൻ്റെ അസ്വസ്ഥത കുറഞ്ഞു നിർത്തുകയും ചെയ്യും. അതേപോലെ തന്നെ ഹൈഡ്രേഷൻ, അതായത് ഒരു ദിവസം മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. വെള്ളം ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മസിൽ പെയിനും മസിലിൻ്റെ കോച്ചിപ്പിടുത്തവും വളരെ വലിയ ഒരളവിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. മാത്രമല്ല പതിവായിട്ട് ചെയ്യുന്ന എക്സസൈസ്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ്, ശരീരത്തിലെ എല്ലാ മസിലുകളെയും
വികസിപ്പിക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വലിയൊരളവിൽ ചെറുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഷൂകൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കാലിലെ മസിലുകൾക്കും നെർവുകൾക്കും ഒരുപാട് സ്ട്രെയിനും ഒരു ടൈറ്റ്നസ്സും ഫീൽ ചെയ്യാൻ കാരണമാകുകയും രാത്രി പലപ്പോഴും ഇതിൻ്റെ ഒരു അസ്വസ്ഥത പാദത്തിനും നമ്മുടെ കാലിൻ്റെ വണ്ണയ്ക്കും വേദനയും കഴപ്പും അനുഭവപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പും ഷൂവും നിങ്ങളുടെ പാദത്തിന് വളരെ ടൈറ്റ് ആകാത്ത നോർമൽ സൈസിലുള്ളത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പരമാവധി മദ്യത്തിൻ്റെയും പുകവലിയുടെയും ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക. ഷെടാ കാലുവേദന വന്നിരുന്നാലും മദ്യം കുടിക്കാനും പാടില്ല പുകവലിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം പറഞ്ഞുതരാം. നമ്മൾ പതിവായിട്ട് മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം നമ്മുടെ രക്തത്തിലുള്ള ഫ്ലൂയിഡിനെ ജലാംശത്തിനെ പരമാവധി വലിച്ചെടുക്കും. ഇതും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരങ്ങളിൽ മദ്യപിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വല്ലാത്ത അസ്വസ്ഥത കാലിൻ്റെ അസ്വസ്ഥതയും കാലിൻ്റെ മസിലിന് പിടുത്തവും ഒരാഴ്ച വരെ നിന്നു വരാം. പുകവലിക്കുന്നവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുകവലിക്കുന്നവരുടെ കാലിലെ ചെറിയ രക്തക്കുഴലിനകത്ത് വളരെ ചെറിയ ബ്ലോക്കുകൾ രക്തക്കട്ടകൾ രൂപപ്പെടാൻ കാരണമാകും. പതിവായിട്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക് ഹൃദയത്തിലും തലച്ചോറിലും ബ്ലോക്കുകൾ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ കാലിലെ രക്തക്കുഴലുകളിലും വരുത്തും. ഇതും നമുക്ക് പലപ്പോഴും DVT പോലുള്ള കണ്ടീഷൻസും ഈ മസിൽ പിടുത്തവും കോച്ചിപ്പിടുത്തവും വേദനയും നീർക്കെട്ടും ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. കൂടാതെ പലപ്പോഴും ഇത്തരത്തിൽ വേദനയും നീർക്കെട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ D ഒന്ന് പരിശോധിച്ചിട്ട് വൈറ്റമിൻ D കുറവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതൊന്ന് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വരുന്ന വല്ലാത്ത ഈ കോച്ചിപ്പിടുത്തവും മറ്റ് ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് ഇന്ന് ചെറുപ്പക്കാരിൽ പോലും വരുന്ന ഒരു പ്രായം കഴിഞ്ഞ് പോയിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം.